നമസ്കാരം. പുതുവർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. 2026ലേക്ക് നമ്മൾ കാലെടുത്തു വയ്ക്കുമ്പോൾ അത് വെറുമൊരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ദൈവീക അവസരമാണ്. നമ്മളിൽ പലരും ആഗ്രഹിച്ച ജീവിതവും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിൽ വലിയൊരു ദൂരമുണ്ടാകാം. ഈ ദൂരം കുറയ്ക്കാൻ പ്രപഞ്ചശക്തിയുമായി ചേർന്ന് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന മാനിഫെസ്റ്റേഷൻ എന്ന കല നമുക്ക് ശീലിക്കാം. ഭാഗ്യമെന്നത് വെറുതെ വന്നുചേരുന്ന ഒന്നല്ല, അത് നമ്മുടെ ബോധപൂർവമായ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഫലമാണ്. ഈ വീഡിയോയിലൂടെ 2026ൽ സമ്പത്തും വിജയവും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ക്ഷണിച്ചു വരുത്താം എന്ന് നമുക്ക് നോക്കാം. മാനിഫെസ്റ്റേഷൻ എന്നത് ദൈവീകമായ ഒരു പങ്കാളിത്തമാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. നിങ്ങൾ എന്താണോ വ്യക്തമായി ചോദിക്കുന്നത്, അത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. 2026ന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വ്യക്തത വരുത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം എന്താണ്? അത് മനസ്സമാധാനമാണോ, സാമ്പത്തിക ഭദ്രതയാണോ, അതോ പുതിയൊരു സംരംഭമാണോ? ആ ലക്ഷ്യത്തെ ഒരു പ്രാർത്ഥന പോലെ മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ എന്തിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കുന്നുവോ, പ്രപഞ്ചം അത് നിങ്ങളിലേക്കെത്തിക്കാൻ വഴിയൊരുക്കും. സൂര്യോദയത്തിനു ശേഷമുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നു. മനസ്സ് ഏറ്റവും നിർമ്മലമായിരിക്കുന്ന ഈ സമയത്ത് വേണം ഐശ്വര്യത്തിന്റെ വിത്തുകൾ പാകാൻ. ആദ്യം ഒരു കൃതജ്ഞതാ സമർപ്പണം നടത്തുക. നിങ്ങളുടെ പക്കൽ ഇപ്പോഴുള്ള എല്ലാ നന്മകൾക്കും ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ അറിവിനും ആരോഗ്യത്തിനും ചെറിയ സമ്പാദ്യത്തിനും നന്ദി പറയുമ്പോൾ കൂടുതൽ സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകിത്തുടങ്ങും. തുടർന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതായി കണ്ണടച്ച് ധ്യാനിക്കുക. ആ സന്തോഷത്തിന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. ആ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ വിജയത്തിന്റെ ഇന്ധനം. പലരും തെറ്റിദ്ധരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ എന്നാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നാണ്. എന്നാൽ കർമ്മമില്ലാതെ ഫലമില്ല. പകൽ സമയങ്ങളിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ലക്ഷ്യത്തോടുള്ള ആരാധനയായി കാണുക. ജോലിക്കിടയിൽ മനസ്സിനെ മടുപ്പ് ബാധിക്കുമ്പോൾ ലളിതമായ മന്ത്രങ്ങൾ പോലെ അഫർമേഷനുകൾ ഉരുവിടുക. എന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം ഒഴുകിവരുന്നു, എന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ വിശ്വാസം നിങ്ങളുടെ കർമ്മങ്ങളിൽ പ്രതിഫലിക്കും. ദിവസം അവസാനിക്കുമ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കുക. അന്നത്തെ സങ്കടങ്ങളും ദേഷ്യവും ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ വർത്തമാനകാലത്തിൽ എഴുതുക. ഞാനിപ്പോൾ വളരെയധികം സന്തോഷവാനാണ്, എന്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ ഭാവിയിലെ വിജയങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ എഴുതുക. ഇത് നിങ്ങളുടെ ഉപബോധമനസ്സിനെ വിജയത്തിനായി പാകപ്പെടുത്തും. പ്രകൃതിയുടെ താളത്തിനൊപ്പം നീങ്ങുന്നത് മാനിഫെസ്റ്റേഷൻ എളുപ്പമാക്കും. അമാവാസ്യ നാളുകളിൽ പുതിയ സാമ്പത്തിക തീരുമാനങ്ങളെടുക്കുക. പൗർണമി നാളുകളിൽ നിങ്ങളുടെ ഉള്ളിലെ പേടിയും എനിക്കിതിന് കഴിയില്ല എന്ന നിഷേധാത്മക ചിന്തകളും ദൈവപാദങ്ങളിൽ സമർപ്പിച്ചുപേക്ഷിക്കുക. പ്രപഞ്ചത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ഓർക്കുക, മാറ്റം സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല. എന്നാൽ 2026ലെ ഓരോ ദിവസവും ഈ കൊച്ചാചാരങ്ങൾ തുടരുകയാണെങ്കിൽ വർഷാവസാനം നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിയായി മാറിയിട്ടുണ്ടാകും. ഐശ്വര്യപൂർണമായ ഒരു 2026 ആശംസിക്കുന്നു. ഈ പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.